ഒരു പാർട്ടിയുടെ ഇസ്ലാം എന്നുള്ള പാർട്ടിയുടെ നേതാവ് നമ്മുടെ നേതാവിൽ നിന്നാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അതിലുപരി ആ ഹബീബായ തങ്ങൾ അള്ളാന്റെ നൂറാണ് എന്ന് നമ്മിൽപ്പെട്ട പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഞാൻ നേരെ ചരിത്രങ്ങളിലേക്ക് കടന്നു. ഹബീബികളെ, മഹാനായ അവിടുന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയം അവിടുത്തെ ശറഫാക്കപ്പെട്ട ജനാസ അവിടുന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശ വർഷങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മസ്ജിദുൻ നബവിയിൽ റൗള ശരീഫിന്റെ ഹുജ്റത്തു ശരീഫിന്റെ ആ ഭാഗത്ത് അല്ലാഹു റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട ഖബർ ശരീഫിലേക്ക് അല്ലാഹു റസൂലിന്റെ ഇതൊരു പ്രണയരൂപത്തിൽ നിങ്ങൾ എടുക്കണം, ഇതൊരു കഥരൂപത്തിൽ നിങ്ങൾ എടുക്കാതെ ഒരു പ്രണയരൂപത്തിൽ നിങ്ങൾ എടുക്കാതെ ചെറിയ മൈന്യൂട്ടായ കാര്യം, ചെറിയൊരു കാര്യം അതിൽ പോലും പ്രണയം കണ്ടെത്തുക എന്നത് ഇതിലൊരു ആശയം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുശരീരം അവിടുത്തെ ഖബർ ശരീഫിൽ ഇറക്കി വെച്ചു. അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജനാസയെ പരിപാലിക്കുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങനെ എല്ലാവരും ഖബറിൽ നിന്ന് മുകളിലേക്ക് കയറണം. അല്ലാഹു റസൂലിന്റെ ഖബറിലേക്ക് മുകളിലേക്ക് കയറണം. ആ സമയത്ത് സഹാബികളിൽ പ്രമുഖനായ മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലൊരു മോതിരം, ആ മോതിരം ഹബീബുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് കയറി. എന്നിട്ട് അവിടുന്ന് അലിയാരോട് ചോദിക്കണം, അലിയാരെ എന്റെ മോതിരം ഖബറിലേക്ക് വീണിട്ടുണ്ട്. അദ്ദേഹം വിട്ടതാണ്. പക്ഷെ അലിയാര് നമ്മളോട് പറയുന്നത് വീണു, അതൊന്ന് എനിക്കെടുക്കണം. ചോദിക്കണം. അല്ലാഹു റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം അവിടെ ഇങ്ങനെ മണ്ണോട് ചേർന്ന് കിടക്കണം. സ്വഹാബികളെല്ലാവരും തേങ്ങിക്കരയുകയാണ്. ആ സമയത്താണ് പണിയൊപ്പിക്കുന്നത്. തന്റെ കയ്യിലുള്ളതായ മോതിരം അല്ലാഹു റസൂലിന്റെ ഖബർ ശരീഫിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അവിടെ അലി റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം ചോദിക്കുകയാണ്. അലിയാരെ നിങ്ങളെ എന്റെ മോതിരം അല്ലാഹു റസൂലിന്റെ ഖബർ ശരീഫിലേക്ക് വീണിട്ടുണ്ട്, അതിനൊന്ന് എടുത്തോട്ടെ, അവൻ എടുത്തോട്ടെ. ആ സമയത്ത് അലി റളിയല്ലാഹു സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ട് അല്ലാഹു റസൂലിന്റെ ഖബറിലേക്ക് അവസാനമായി കൊണ്ടിറങ്ങുകയാണ് മുഗീറ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം തന്റെ മോതിരം എടുത്തു. അതിനോടുകൂടെ ഇതൊരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഈ ചെറിയ മൈന്യൂട്ടായ ഹദീസാണ്, ഒരു കാര്യമാണെങ്കിൽ പോലും ഇതിലും പ്രണയമുണ്ട്. ഹബീബികളെ, അവിടുത്തെ കൈയുണ്ടല്ലോ അല്ലാഹു റസൂലിന്റെ കഫൻപുടവയിലേക്ക് കടവുകയാണ്. അല്ലാഹു റസൂലിന്റെ ശരീരത്തിൽ പൊതിഞ്ഞതായ കഫൻ തുണി പിടിച്ചു. മോതിരം എടുക്കലോടുകൂടെ അദ്ദേഹം കൈലി കാട്ടിയാണ്. അങ്ങനെ അദ്ദേഹം തന്റെ കൈകൊണ്ട്
പിന്നീട് തന്റെ ശരീരം മുഴുവൻ ഖബറിൽ നിന്ന് തന്നെ തടവി മുകളിലേക്ക് കയറിയിരുന്നു. മുഗീറ റളിയല്ലാഹു അൻഹു അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ മൂടിക്കഴിഞ്ഞ് സ്വഹാബികൾ ഈ കാര്യത്തെ പറ്റിയിട്ട് മുഗീറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച സമയത്ത് ബീവികളെ പ്രണയത്തിന്റെ അണപൊട്ടിയൊഴുകുകയാണ്. കരഞ്ഞുകൊണ്ട് മുഗീറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ സ്വഹാബാ, എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ നിന്ന് മുകളിലേക്ക് കയറിയല്ലോ. ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ബോധി, എന്റെ ഹബീബിന്റെ തിരുശരീരത്തിൽ, എന്റെ ഹബീബിന്റെ ശവഹാക്കപ്പെട്ട തിരുശരീരത്തിൽ ഈ ദുനിയാവിൽ അവസാനമായി തൊടുന്നത് ഞാനാവണം, അവസാനമായി ഒന്ന് തൊടുന്നത് ഞാനാവണം എന്ന് എനിക്ക് വല്ലാത്ത കൊതിയായി. എന്റെ ഹബീബിനെ ഇനി ദുനിയാവിൽ ഞങ്ങൾ കാണില്ല. ഇത്രയും ദിവസക്കാലം ഞങ്ങൾ ഇമാമായിരുന്നു, ഇത്രയും ദിവസക്കാലം എപ്പോൾ കൈ കൊടുത്താലും ഞങ്ങളെ കൈപിടിച്ച് ഞങ്ങൾ വിടുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കൈവിടാത്ത ആ ഹബീബിന്റെ തിരുശരീരം ഞങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് അവരുടെ ശരീരം അവസാനമായി കൊടുക്കുന്നത് ഞാനാവണം എന്ന് എനിക്ക് വല്ലാത്ത കൊതിയായി. പ്രണയമേ പ്രണയമേ. എന്നിട്ട് അവിടെ പറയുന്ന ഒരു മറുപടിയുണ്ട്. സ്വഹാബികളോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. മുഗീറ റളിയല്ലാഹു അൻഹു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കഫൻ പുടവയിൽ കൊണ്ട് എന്റെ ശരീരത്തിൽ ഒന്നാകെ തടവിയല്ലോ. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയുമോ സ്വഹാബാ? അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയുമോ സ്വഹാബാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് സ്വയം ശരീരത്തിൽ തടവുന്നത് എന്തിനാണ്? ഒരു നേതാവിന്റെ, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മറ്റുള്ളതായ സമുദായ നേതാക്കന്മാരുണ്ട്. നമ്മളിപ്പോ അവരെ ശരീരത്തോടെ കയ്യിൽ പിടിച്ചാലോ അല്ലെങ്കിൽ അവരുടെ ശരീരം തൊട്ടാലോ ആരെങ്കിലും മേക്ക് മുഴുവൻ തടവും ഇല്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇതിനപ്പം അതിന്റെ ആവശ്യമില്ല. പക്ഷേ മുഗീറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എന്റെ ശരീരം അല്ലാഹുവിന്റെ റസൂലിന്റെ ആ കഫൻ പുടവയിൽ എന്നെ കൈവച്ചുകൊണ്ട് എന്റെ ശരീരത്തിൽ തടവിയല്ലോ. അത് കാരണമായി എന്റെ ശരീരം നരകത്തെ സ്പർശിക്കുകയില്ല എന്ന് അവിടുന്ന് മുഗീറ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പ്രണയമേ, ഇതെന്തൊരു വല്ലാത്ത പ്രണയമാണ്. ചെറിയ മൈന്യൂട്ടായ കാര്യം, റസൂലിന്റെ കഫൻ പുടവയിൽ തൊടുക, ശരീരം മുഴുവൻ തടവുക. ഇപ്പോഴത്തെ കാലത്താണെങ്കിലോ മുജാഹിദീങ്ങളായ ആളുകൾ അടിച്ചു പുറത്തറിയും. അന്നത്തെ കാലത്ത് മുജാഹിദീങ്ങളില്ലാത്തതുകൊണ്ട് മുഗീറ റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടു. സമ്മതിക്കും. ഇപ്പോഴത്തെ കാലത്തുള്ള ആളുകൾ പ്രണയമാണ്, വല്ലാത്ത പ്രണയമാണ് അവിടത്തോട്. മുഗീറ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തി വളരെ നിസ്സാരമാണ്. പക്ഷേ അതിന്റെ ഉള്ളിലുള്ളതായ പ്രണയം വല്ലാത്ത പ്രണയമാണ്. ഹബീബിനെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥമായി പ്രണയിക്കുന്ന ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പുന്നാരപ്പൂവിന്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂറിന്റെ പ്രഭാകിരണങ്ങൾ എന്ന് ചമൽക്കാരം, പുഞ്ചിരി കണ്ടാലതുമതി ജീവിത വിജയ പുരസ്കാരം, പഞ്ചാരത്തിലുമേറി മണത്തവരിരു ജഗമീതാരം, പുന്നാരപ്പൂവിന്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂരിന്റെ പ്രഭാകിരണങ്ങൾ എന്ത് ചമൽക്കാരം, പുഞ്ചിരി കണ്ടാലതുമതി ജീവിത വിജയ പുരസ്കാരം, പഞ്ചാരത്തിലുമേറി മണത്തവരെന്തൊരു ചങ്ങാരം. എന്നാണെന്റെ കിനാകൊതി തീരനാ റസൂലുള്ളാഹ്,
الله